CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് വീണ്ടും കഞ്ചാവ് വേട്ട. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 1.8 കിലോ കഞ്ചാവുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കടവല്ലൂർ കൊട്ടിലിങ്ങൽ വീട്ടിൽ 26 വയസ്സുള്ള കൂത്തൻ എന്ന അക്ഷയിയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വീട് ജപ്തി ചെയ്യാനുള്ള ബാങ്കിന്റെ നടപടിയിൽ മനംനൊന്ത് കാഞ്ഞാണി സ്വദേശി ചെമ്പൻ വിഷ്ണു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റി ബാങ്കിലേക്ക് മാർച്ച് നടത്തി. ആഗോള സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയെ ആഘോഷത്തോടെ വരവേറ്റ പെങ്ങാമുക്ക്. ആദ്യമായാണ് ഒരു പാത്രിയാർക്കിസ് ബാവ പെങ്ങാമുക്കിലെത്തുന്നത്. മഞ്ഞനിക്കര ദയറയിൽ ഖബറടങ്ങിയിരിക്കുന്ന ഏലിയാസ് തൃതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ 92ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി 13ാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് വരവൂർ ഹൈസ്കൂൾ പരിസരത്ത് സ്വീകരണം നൽകി. വടക്കേക്കാട്ടെ കർഷകരുടെ ആശങ്ക ഒഴിഞ്ഞു. മോട്ടോർ കവർച്ചാ പരമ്പരയിൽ 5 മോഷ്ടാക്കൾ പോലീസിന്റെ പിടിയിൽ. മോഷ്ടിച്ച ബൈക്കുമായി പോകുന്നതിനിടെ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായതോടെയാണ് കേസിന് തുമ്പായത്. ഗുരുവായൂർ തൈക്കാട് മന്നിക്കരയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ 60 കോഴികൾ ചത്തു. പണ്ടിരിക്കൽ സതീഷ് വിജയന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. വേലൂർ വെങ്ങിലശ്ശേരിയിൽ വിദ്യാർത്ഥിനി മരിച്ചു. നെല്ലിക്കൽ ബാബു ഷീന ദമ്പതികളുടെ മകൾ 18 വയസ്സുള്ള നന്ദനയാണ് മരിച്ചത്. ജനുവരി 24-ാം തീയതി ശക്തമായ തലവേദനയെ തുടർന്ന് തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ചുമട്ടുതൊഴിലാളികൾക്ക് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ തുടക്കമായി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പെൺകുട്ടികൾക്കായി കരാട്ടെ ക്ലാസ് ആരംഭിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി 2023-24 ഭാഗമായി ക്ഷീരകർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി MM അലിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി AS ഷഹീറും ചുമതലയേറ്റു. എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിന്റെ ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് തുടക്കമായി. ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കൊന്തമാതാവിന്റെയും ധീര രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിക്കുന്നത്. തിരുനാൾ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചു. ആളൂർ സെന്റ് ജോസഫ് LP സ്കൂളിന്റെ 123ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ സമ്മേളനം നടന്നു. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന സമ്മേളനം കുന്നംകുളം ACP P അബ്ദുൾ ബഷീർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മുഖദസിൽ വെച്ച് നടക്കുന്ന SKSSF 35ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുഖദ്ദസിലേക്കുള്ള സ്മൃതിയാത്രയ്ക്ക് പന്നിത്തടത്ത് സ്വീകരണം നൽകി. ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിൽ സംയുക്ത തിരുനാൾ ശനി, ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ഉണ്ണീശോയുടെയും കന്യകാമറിയത്തിന്റെയും യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും ഇടവക മധ്യസ്ഥനായ തോമസ് ലീഹയുടെയും സംയുക്ത തിരുനാളാണ് ആഘോഷിക്കുന്നത്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു. നാട്ടുകാരനും നാട്ടുകാരുടെ പ്രിയപ്പെട്ട പോസ്റ്റ്മാനുമായ പരുവക്കുന്ന് ചാട്ടുകുളങ്ങര ഷാഹുൽ ഹമീദ് 45 വർഷത്തെ നീണ്ട സേവനത്തിനു ശേഷം പെരുമ്പിലാവ് പോസ്റ്റ് ഓഫീസിൽ നിന്നും പടിയിറങ്ങുന്നു. 1984-ൽ തിപ്പലശ്ശേരി പോസ്റ്റ് ഓഫീസിൽ നിന്നും മെയിൻ കാരിയറായിട്ടായിരുന്നു ഷാഹുൽ ഹമീദിന്റെ തുടക്കം. കടങ്ങോട് പഞ്ചായത്ത് 2023-24 വർഷത്തെ ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം കറവ പശുക്കൾക്കുള്ള കാലിത്തീറ്റ വിതരണം ആരംഭിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രി വികസന യോഗം ചേരാത്തതിൽ പ്രതിഷേധിച്ച് UDF HDS അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതീകാത്മക യോഗം നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.